ഹലോ എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെയർ ഡെസിസ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. The term stare decis means let the decision stands. ഓൾറെഡി തീരുമാനിച്ചു വെച്ചത് നിലനിന്ന് പോവട്ടെ എന്നുള്ളതാണ് സ്റ്റെയർ ഡെസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Suppose there is an old case which has already been decided by the court, and also there is a new case which is yet to be decided. That means which is not decided yet. നമ്മൾ ഈ രണ്ട് കേസും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് കേസിലും സിമിലർ ഫാക്ട്സ് ആണ്. അതുപോലെ തന്നെ സംവാട്ട് സെയിം സിനാരിയോസ് ആണ് രണ്ട് കേസിലും ഉൾപ്പെട്ടിട്ടുള്ളത്. സോ അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഓൾഡ് കേസിൽ, അതായത് ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ ഓൾറെഡി ഡിസിഷൻ കൊടുത്ത കേസിൽ ഏത് അപ്രോച്ചാണ് കോടതി എടുത്തിട്ടുള്ളത്, സെയിം അപ്രോച്ച് തന്നെയാണ് കോർട്ട് ഈ കേസിലും എടുക്കേണ്ടത് എന്നാണ് സ്റ്റെയർ ഡെസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഡോക്ട്രിൻ ഒബ്ലിഗേറ്റ്സ് ദ കോർട്ട്. സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ കേസസിൽ സിമിലർ അപ്രോച്ച് ആയിരിക്കണം കോടതി എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റെയർ ഡെസിസിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.